അക്ഷരേ പോകുള്ളൂവെങ്കിൽ 5 അക്ഷരത്തിൽ ഒതുങ്ങുന്ന തലക്കെട്ട് വേണം. 10 അക്ഷരേ ഉള്ളൂവെങ്കിൽ 10 അക്ഷരം പോകുമ്പോൾ 10 അക്ഷരത്തിലുള്ള തലക്കെട്ട് വേണം. അപ്പോൾ ഈ രീതിയിലുള്ള തലക്കെട്ട് കൊടുക്കുവാൻ ആ അക്ഷരം എണ്ണിയിട്ട് അതിന് അനുയോജ്യമായ രീതിയിലുള്ള വാക്കുകളൊക്കെ തിരഞ്ഞെടുത്ത് അർത്ഥം മാറിപ്പോകാത്ത തലക്കെട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സാമർഥ്യം ആവശ്യമായിരുന്നു. ഇതൊരു ഉദാഹരണം മാത്രമാണ്. നമുക്ക് ടൈപ്പ് വലുതാക്കാം, ചെറുതാക്കാം, കോളം വലുതാക്കാം, ചെറുതാക്കാം, പിന്നെ വളരെ വേഗത്തിൽ ഇത് കാര്യം കൈകാര്യം ചെയ്യാം, പേജ് വളരെ വേഗത്തിൽ മാറ്റാം, ഒരു കാര്യം ഒരിടത്ത് തയ്യാറാക്കുന്ന പേജ് തന്നെ എവിടെയും അതേ സമയത്ത് ഉപയോഗപ്പെടുത്താം. ഇങ്ങനെ സാധ്യതകൾ വളരെ കൂടിയിട്ടുണ്ട്. അക്കാലത്തൊന്നും ഒരിടത്ത് തയ്യാറാക്കുന്ന പേജ് വേറൊരിടത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഴുവൻ പത്രസ്ഥാപനം തന്നെയാണ്. അതായത് ആ യൂണിറ്റിലെ മുഴുവൻ ജോലിയും അവിടെ തന്നെ ചെയ്യണം. അത് 8 പേജ് ഉണ്ടെങ്കിൽ 8 പേജിലെ മുഴുവൻ വാർത്തകളും അവിടെ തന്നെ പ്രോസസ്സ് ചെയ്ത് പൂർത്തീകരിക്കണം. ഇന്നങ്ങനെ ആവശ്യമില്ല. ഇന്ന് ഒരിടത്ത് പ്രോസസ്സ് ചെയ്യുന്ന വാർത്ത എല്ലായിടത്തും അതേ സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ സാധ്യത വളരെ കൂടുതലാണ്. പെട്ടെന്ന് എത്തിക്കാനും പറ്റും. അന്നൊരു ഫോട്ടോ ഒരിടത്തു നിന്ന് മറ്റൊരിടത്ത് എത്തിക്കണമെങ്കിൽ ഒരുപാട് വലിയ സാഹസം സഹിക്കണം. ലോറിയിലോ ബസ്സിലോ ഒക്കെ കയറിപ്പറ്റി, ഇനിയല്ലേ ട്രെയിനിലയച്ച്, ബസ്സിലയച്ച്, ഫ്ലൈറ്റിലയച്ച്. ഇപ്പോൾ അക്കാലത്തൊക്കെ ഒരു ഡൽഹിയിൽ നടക്കുന്ന ഒരു സംഭവ വികാസത്തിൻ്റെ ഒരു ഫോട്ടോ കേരളത്തിലെ പത്രങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ഡൽഹിയിൽ നിന്നല്ല, തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു സംഭവത്തിൻ്റെ ഫോട്ടോ കോഴിക്കോട്ട് പ്രസിദ്ധീകരിക്കുന്ന പിറ്റേന്ന് മാത്രമാണ്. ട്രെയിനിൽ കൊണ്ടുവന്നിട്ട് വേണം പടാച്ചടിക്കാൻ. ഇപ്പോഴങ്ങനെയൊന്നും ഒരു പരിമിതിയുമില്ല. അപ്പോൾ ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ രംഗത്തിൻ്റെ സാധ്യതകൾ അപ്പാടെ മാറ്റിയിട്ടുണ്ട്. പത്രപ്രവർത്തകരുടെ സ്വാതന്ത്ര്യം, പ്രവർത്തന സ്വാതന്ത്ര്യമല്ല ഉദ്ദേശിക്കുന്നത്, ഈ നൈപുണ്യത്തിലുള്ള സ്വാതന്ത്ര്യം വളരെ കൂടിയിട്ടുണ്ട്. പ്രവർത്തന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരു മേഖലയാണ്. മൂല്യബോധത്തിലും ധാർമ്മികതയിലൊക്കെ ഇപ്പോൾ സെൻസേഷണലിസം കൂടുതലായിട്ട് വരുന്നു. അത് വളരെ കൂടുതലുണ്ടായിട്ടുണ്ട്. അതായത് വാർത്ത എന്നുള്ളത് മത്സരിച്ച് മറ്റ് സ്ഥാപനങ്ങളുമായിട്ട്, അല്ലെ ഈ മേഖലയിലുള്ള മറ്റ് സ്ഥാപനങ്ങളോ വ്യക്തികളോ ഒക്കെ ആയിട്ട് മത്സരിച്ച് വിൽക്കേണ്ട ഒരു ഉൽപ്പന്നമായി മാറുമ്പോൾ, പത്രപ്രവർത്തനം എന്ന് പറയുന്നതിൽ പത്രസ്ഥാപനങ്ങൾ, TV ചാനലുകൾ എന്നൊക്കെ പറയുന്നത് മത്സരിച്ച് ലാഭം ഉണ്ടാക്കേണ്ട വ്യവസായമായി മാറുമ്പോൾ സ്വാഭാവികമായും ഇതിൽ ഒരുപാട് ഡീഗ്രഡേഷൻ സംഭവിക്കും. അത് സംഭവിച്ചിട്ടുണ്ട്, അനിവാര്യമായി സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ വേണ്ടത് എന്താ വെച്ചാൽ, പത്രപ്രവർത്തകർ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പൊതുപ്രവർത്തകർ തന്നെയാണ്. പത്രപ്രവർത്തനം പൊതുപ്രവർത്തനമാണ്. മറ്റേത് പ്രൊഫഷണൽ ജോലി പോലെ അല്ല. നമ്മൾ മറ്റെന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരു ഇൻഡിവിജ്വലുമായിട്ടാണ് കൊടുക്കൽ വാങ്ങൽ നടക്കുന്നത്. നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് സമൂഹത്തെ പൊതുവായിട്ടാണ്. നമ്മളൊരു കാര്യം പറയുന്നത് പൊതുസമൂഹത്തോട് മുഴുവനായിട്ടാണ്. അപ്പോൾ ഈ പൊതുസമൂഹത്തോട് മുഴുവനായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ വ്യക്തിപരമായ ശുദ്ധിയും വ്യക്തിപരമായ ആദർശനിഷ്ഠയും എന്താണ് പറയുന്നത്, ചിന്താപരമായ സ്വാതന്ത്ര്യമൊക്കെ വളരെ കൂടുതൽ വേണ്ട ഒരു മേഖലയാണ്. ഒരു ഭക്ഷണം വിൽക്കുന്ന, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉൽപ്പന്നം വിൽക്കുന്ന ഒരു വ്യാപാരി അതിൽ മായം ചേർക്കുന്ന അവസരത്തിൽ അതൊരു ശരീരത്തെയാണ് ബാധിക്കുന്നത്. ഇതിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആശയത്തെയാണ്, ആശയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ വരുന്ന അഡൾട്ടറേഷൻ, അതിൽ മായം ചേർക്കുമ്പോൾ അത് ഒരു സമൂഹത്തിൻ്റെ ചിന്താധാരയെ, ധാരണയെ, ബോധത്തെ മലിനീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ മത്സരിച്ച് വാർത്ത വിൽക്കുകയും ഈ പത്രപ്രവർത്തനം ഒരു വ്യവസായമായി മാറുകയും ചെയ്യുന്ന അവസരത്തിൽ ഇതിൻ്റെ പരിമിതി, ഇവ രണ്ടും തമ്മിലുള്ള എന്താണ് പറയേണ്ടത്, ഈ കോൺഫ്ലിക്റ്റ് വളരെ കൂടുതലാണ്, സംഘർഷം വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ശരാശരി മനുഷ്യരൊക്കെ ഇതിന് വശപ്പെട്ടു പോകാൻ, ഇത്തരത്തിലുള്ള സംഗതികൾക്കൊക്കെ വശപ്പെട്ട് ഈ നൈർമല്യം അല്ലെ ആദർശബോധമൊക്കെ നഷ്ടപ്പെടുത്താനുള്ള സാധ്യത കൂടുതൽ. മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് സമൂഹത്തിൽ ഒരു നവോത്ഥാന പ്രസ്ഥാനമോ അല്ലെങ്കിൽ ലിബറേഷൻ മൂവ്മെൻറ്റോ അതും അല്ലെങ്കിൽ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യ പ്രസ്ഥാനമോ
സമരമോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലക്ഷ്യബോധം, അതിനോട് അർപ്പണബോധമൊക്കെ വളരെ കൂടും. അക്കാലത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പത്രപ്രവർത്തനത്തിൽ വന്ന ആളുകൾക്ക് അവരുടെ സ്പിരിറ്റ് വ്യത്യസ്തമാണ്. ഇപ്പോഴ് ഒരു ജോലി മാത്രമായി കണ്ടുകൊണ്ട് ഈ മേഖലയിൽ വരുന്നവർ മറ്റേത് ജോലിയെയും പോലെ മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ, ഈ മേഖലയിലെ ജോലിയെയും കാണുന്നുള്ളൂ. അതേ അവസരത്തിൽ മറ്റ് മേഖലയിലുള്ളതുപോലെ ലുക്രേറ്റീവ് ആണ്, അല്ലെങ്കിൽ അത്രയും പ്രതിഫലം കിട്ടുന്ന ഒരു ജോലിയാണ് പത്രപ്രവർത്തന മേഖലയിലേതെന്നും പറയാനൊക്കില്ല. പത്രപ്രവർത്തന മേഖലയിൽ വലിയ ശമ്പളം വാങ്ങുന്ന കുറച്ച് പേരുണ്ട്, വളരെ കുറച്ച് പേർ. അത് കഴിഞ്ഞാൽ പിന്നീട് ഉള്ളിടത്തൊക്കെ ശരാശരിയോ അതിൽ കുറഞ്ഞോ വേതനം മാത്രം പറ്റുന്നവരാണ്. ഇപ്പോഴും സാധാരണ നമ്മുടെ നാട്ടിലൊരു കാഴ്ചപ്പാട് വെച്ച് പറയുകയാണ്, ആ ജോലി മോശമായിട്ട് പറയല്ല, വീട്ടുവേലക്കാർക്ക് കിട്ടുന്ന പ്രതിഫലത്തേക്കാൾ കുറവ് മാത്രം പ്രതിഫലം പറ്റുന്ന പത്രപ്രവർത്തകരുടെ എണ്ണം വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഡിഗ്രഡേഷനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. പത്രപ്രവർത്തന രംഗത്ത് നേരത്തെ ആദ്യകാലത്ത് 80കളുടെ ആദ്യകാലങ്ങളിലൊക്കെ തന്നെ പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നവരെന്ന് പറഞ്ഞാൽ കേവലം മെട്രിക്കുലേഷൻ മാത്രം വിദ്യാഭ്യാസ യോഗ്യതയായി പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരികയും വളരെ പ്രശസ്തരായ പത്രപ്രവർത്തകരായി മാറിയ ഒട്ടേറെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അന്ന് പത്രപ്രവർത്തന പഠനമോ പത്രപ്രവർത്തന പരിശീലനമോ ഒന്നും ആവശ്യമുണ്ടായ ഒരു കാലമായിരുന്നില്ല അത്. ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരണമെങ്കിൽ പത്രപ്രവർത്തന പരിശീലനം നിർബന്ധമാണ്. ഒട്ടേറെ സ്ഥാപനങ്ങൾ കേരളത്തിലുടനീളം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. താങ്കളിപ്പോൾ ഏതാണ്ട് 1/4 നൂറ്റാണ്ടിന് ശേഷം വീണ്ടും അക്കാദമിക് രംഗത്ത് കേരളത്തിലൊരു പ്രശസ്തമായ പത്ര സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ നേതൃത്വം നൽകുന്നു. ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് ഈ വരുന്ന കുട്ടികളുടെ ഇതിനോടുള്ളൊരു കാഴ്ചപ്പാട് എന്താണ്? പത്രപ്രവർത്തന പരിശീലനം ഇവർക്ക് അനിവാര്യമാണോ? എന്താണ് ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റത്തിനെ എങ്ങനെയാണ് കാണുന്നത്? പരിശീലനം ഇല്ലാതെയും പത്രപ്രവർത്തകരാണ്. പക്ഷേ ഇന്നത്തെ പത്രപ്രവർത്തനത്തിന് ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ വളരെ മുന്നോട്ട് പോയ, വളരെ സോഫിസ്റ്റിക്കേറ്റഡായ, വളരെ പരിഷ്കൃതമായ പത്രപ്രവർത്തനമാണ്. പഴയത് വളരെ റോ ആയ പത്രപ്രവർത്തനമായിരുന്നു. അന്ന് പത്രപ്രവർത്തനത്തിൻ്റെ കണ്ടൻറ്റിലായിരുന്നു ഊന്നൽ, എന്തു പറയുന്നു എന്നതിലായിരുന്നു. ഇപ്പോൾ എങ്ങനെ പറയുന്നു, വിൽക്കുക എന്നുള്ളൊരു മുഖ്യമായൊരു കാര്യമായതുകൊണ്ട് പത്രപ്രവർത്തനം പടർന്നു പന്തലിച്ച ഒരു വ്യവസായമായി മാറിയതുകൊണ്ട് അത് വളരെ കൂടുതൽ സ്കില്ല് ആവശ്യമുള്ളൊരു കാര്യമായതുകൊണ്ട് ഇപ്പോൾ പരിശീലനം വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത്. ഇല്ലാത്തവർക്കും ആവാൻ പറ്റില്ലെന്നല്ല, പക്ഷേ ഇന്ന് പരിശീലനം നേടിയവരാണ് ബഹുഭൂരിപക്ഷവും പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മുൻനിരയിലുള്ള EQ IQ നിലവാരത്തിൽ വളരെ മുൻനിരയിലുള്ള വിദ്യാർത്ഥികൾ ഈ മേഖലയിൽ എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. താരതമ്യേന മീഡിയോക്കറായ വിദ്യാർത്ഥികൾ, അതിൽ കുറച്ച് പേര് വളരെയേറെ പാഷനോടുകൂടി വരുന്നവരുണ്ടാവും, വളരെ കുറച്ച് പേര്. അതൊഴിവാക്കിയാൽ മറ്റെന്ത് ജോലി പോലെ ഈ മേഖലയെയും കാണുന്നവർ മാത്രമാണ് ഈ രംഗത്തുന്നത്. പാഷനോട് കൂടി വരുന്നവർ സ്വാഭാവികമായും ആ ഒരു പാഷൻ നിലനിർത്തുകയും പത്രപ്രവർത്തനത്തിന് അവരുടേതായ കോൺട്രിബ്യൂഷൻ നൽകുകയും ചെയ്യും. മറ്റുള്ളവർ ഈ മേഖലയിൽ മറ്റേതെങ്കിലും തൊഴിൽ പോലെ മാത്രമേ കാണുന്നുള്ളൂ. അത് പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ക്വാളിറ്റിയും സ്പിരിറ്റിനെയൊന്നും വളരെയേറെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കില്ല. അതേ അവസരത്തിൽ ഇപ്പോൾ ഇന്നത്തെ നിലക്ക് അങ്ങനത്തെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് സ്പിരിറ്റും ഒന്നും ഈ വ്യവസായം ആവശ്യപ്പെടുന്നുമില്ല. അങ്ങനെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ കോഴിക്കോട് പ്രസ് ക്ലബിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം അവിടെ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സ്, അതിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഒരു തുറന്ന ചോദ്യം ചോദിക്കുകയാണ്. പുതുതായി കടന്നു വരുന്ന കുട്ടികളെക്കുറിച്ച് പറഞ്ഞു. പത്രപ്രവർത്തകരാകാൻ വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുതിയ തലമുറയിൽ പ്രതീക്ഷയുണ്ടോ, ആശങ്കയുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷയും ആശങ്കയും അങ്ങനെയൊന്നല്ല പറയേണ്ടത്. ഈ വരുന്ന കുട്ടികളിൽ കുറേ പേര് ഈ മേഖലയിലേക്ക് എത്തിച്ചപ്പെടുന്നുണ്ട്. കുറേ പേരല്ല, എല്ലാവരും ഈ മേഖലയിൽ എത്തിപ്പെടുന്നുണ്ട്. ഈ വരുന്ന ഇൻഡിവിജ്വലിനെ ആശ്രയിച്ചല്ല
മറിച്ച് ഈ വ്യവസായത്തിൻ്റെ പൊതു സ്വഭാവത്തെ ആശ്രയിച്ചാണ് ഈ മേഖല എങ്ങനെ ഇത് സമൂഹത്തിന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നൊക്കെ നിലനിൽക്കുന്നത്. ഏതെങ്കിലും ഇൻഡിവിജ്വലിന് ഈ വലിയ സ്ഥാപനങ്ങളിൽ ഒരു ചെറിയ ആണിയോ പല്ലോ മാത്രമാണ് ഓരോ ഇൻഡിവിജ്വലും. അവർക്ക് വലിയ പങ്ക് വഹിക്കാനില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും ഓരോരുത്തരുടെയും സ്വഭാവം, ഓരോരുത്തരുടെയും പാഷൻ ഒക്കെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, സംശയമൊന്നുമില്ല. അപ്പോൾ ആ നിലക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പേര് പാഷനേറ്റായിട്ട് വരുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുണ്ട്. അതേ അവസരത്തിൽ ഭൂരിപക്ഷം അങ്ങനെയാണെന്ന് കരുതുന്നില്ല. ഏതായാലും വളരെ വിലയേറിയ അനുഭവങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന് വളരെയേറെ നന്ദി. നമസ്കാരം. നമസ്കാരം.